സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൂരാട് പാലത്തിൻ്റെയും അതേപോലെ E5 കമ്പനി ചെയ്തിട്ടുള്ള 2.5 കിലോമീറ്റർ PQC റോഡും അതേപോലെ വടകര ടൗണിലുള്ള കുറച്ച് കാഴ്ചകളുമാണ്. വടകര ടൗണിൽ മേൽപ്പാലത്തിൻ്റെ പെയിലിംഗ് പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. മൂരാട് പാലം അതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. 1940 ബ്രിട്ടീഷ് ഭരണകൂടം നിർമ്മിച്ച നിലവിലുള്ള പാലം, ചെറിയൊരു പാലം. 1940 ആ പാലം നിർമ്മിക്കുമ്പോൾ അന്നത്തെ ഒരു വലിയ പാലമായിരുന്നു അത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അത് ചെറിയൊരു പാലമാണ്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഏത് സമയത്തും ഇവിടെ വൻ ഗതാഗതക്കുരുക്കാണ് ഈ ഒരു പാലത്തിൻ്റെ പരിസരത്ത്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഇപ്പോൾ മലബാർ ഏരിയയിൽ വലിയ വാഹനങ്ങൾക്ക് കടക്കാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമായിരുന്നു ഈ ഒരു മൂരാട് പാലം. നിലവിലുള്ള പാലത്ത് കൂടെ ഒരു ലോറി 6 വീലറിന് ഒന്നേ പോകാൻ പറ്റുള്ളൂ. 2 സൈഡിലും 2 കാറുകൾക്ക് പോകാം. പക്ഷേ 6 വീലർ വാഹനങ്ങൾ ഒരു സൈഡിൽ തടഞ്ഞു നിർത്തി അപ്പുറത്തെ വാഹനങ്ങളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഇതുവരെ ഇവിടെ കടത്തി വിട്ടിരുന്നത്. അതിൽ നിന്നൊരു മോചനം കിട്ടിയിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞു. ഏതായാലും ഇവിടെ ലൈൻ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ പാലത്തിൻ്റെ 2 ഭാഗവും തുറന്നു കൊടുക്കുന്നതായിരിക്കും. നിലവിൽ ഒരു ഭാഗത്ത് കൂടെയാണ് വാഹനങ്ങൾ പോകുന്നത്. ഏതായാലും ഈ ഒരു കൊല്ലം 2024 നല്ല വേഗത്തിലാണ് ഇതിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഒരുപാട് നാളായി ഇതിൻ്റെ ഗർഡർ എടുത്ത് വെക്കുന്ന പണികളൊക്കെ തുടങ്ങിയിട്ട് ഗാൻട്രി ക്രെയിന് ഇവിടെ വന്നിട്ട് ഏകദേശം 2 കൊല്ലത്തിനടുത്തായിട്ടുണ്ട്. ഏതായാലും 2024 ആയതിനു ശേഷം നല്ല വേഗത്തിൽ പണികൾ നടത്തി മാർച്ച് പകുതി ആയപ്പോൾ തന്നെ ഇത് തുറന്നു കൊടുത്തു. ഏതായാലും E5 കമ്പനി 2020 ആ കാലഘട്ടത്തിലാണ് ഇതിൻ്റെ പണികൾ ആരംഭിച്ചിട്ടുള്ളത്. 2018 തോന്നുന്നത് ഇതിൻ്റെ കരാർ കിട്ടിയിട്ടുള്ളത്. 2.5 കിലോമീറ്റർ പ്രത്യേക പാക്കേജ് പ്രകാരം കോൺക്രീറ്റ് റോഡ് PQC റോഡാണ് ഇവിടെ ചെയ്യുന്നത്. ഏതായാലും ഈ ഒരു 2.5 കിലോമീറ്ററിൻ്റെ പണി തീർക്കാൻ കുറച്ച് താമസം എടുത്തു. കുറച്ച് കാലം കൊറോണ കൊണ്ടുപോയി. പിന്നെ മൂരാട് പാലത്തിൻ്റെ പെയിലിംഗ് പരിപാടിയിൽ കുറച്ച് താമസം വന്നു. കാരണം ഏത് സമയത്തും നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗമാണ്. ഈ ഒരു അഴിമുഖം ഭാഗമായതുകൊണ്ട് ഏത് സമയത്തും നല്ല രീതിയിൽ വെള്ളം ഉണ്ടാകും. അങ്ങനെ പാലത്തിൻ്റെ പണി കുറച്ച് ലേഗായി. പിന്നെ പാലത്തിൻ്റെ പെയിലിങ്ങിലൊരു ചെരിവുണ്ടായി. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് E5 കമ്പനി ഇവിടെ വർക്ക് നടത്തിയിട്ടുള്ളത്. ഏതായാലും ഇതിലൂടെ സഞ്ചരിക്കുന്ന ആളുകളുടെ ഒരു സ്വപ്നമായിരിക്കും ഈ ഒരു ബ്ലോക്കിലൊന്നും പെടാതെ സുഖമായിട്ട് ഒന്ന് പാലം മുറിച്ച് കിടക്കാന്നുള്ളത്. അത് ഏതായാലും സഫലമായിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പം നിലവിലുള്ള പാലം ആ കാണുന്നത് ചെറിയ പാലത്താണ്, അതാ കാണുന്നത് പുതിയ പാലത്തിൻ്റെ വലത് സൈഡിലുള്ളത്. ഇതിലൂടെ സഞ്ചരിച്ച ആളുകൾക്കും ഇതിലൂടെ പോയ ആൾക്കാർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ സാധിക്കുള്ളൂ. പ്രത്യേകിച്ച് ലോഡ് ഏറ്റ് പോകുന്ന വാഹനങ്ങൾക്ക്, ലോറി, ബസ്, വലിയ വാഹനങ്ങളാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകുക. ഏതായാലും പുതിയ പാലത്തിലൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട്. പിന്നെ നിലവിലുള്ള പാലം, ഇപ്പോൾ ഈ 2 വരി പാലം ഉണ്ടല്ലോ, അതിന് എന്താക്കുന്നല്ലോ, ഇവിടെ സർവീസ് റോഡൊന്നും ഇല്ല കേട്ടോ. പാലത്തിൻ്റെ മുകളിൽ മേജർ ബ്രിഡ്ജുകളിൽ സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതല്ല. ഇനി ഈ പഴയ പാലം നമുക്ക് ദീപാലങ്കാരോ അല്ലെങ്കിൽ ഫുഡ് സ്ട്രീറ്റോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റാം. ഈ പഴയ പാലം നിർമ്മിക്കാൻ 1938 അതിൻ്റെ പണി തുടങ്ങിയത്. 1940 അത് തുറന്നു കൊടുത്തു. അന്ന് ഈ ഒരു പാലം നിർമ്മിക്കാൻ വന്ന ചെലവ് 1,72,000 ചില്ലാനം, 72,600 രൂപ, അങ്ങനെ എന്താണ്, അത്രയാണ് അന്ന് ചെലവ് വന്നത്. പക്ഷേ ഇന്ന് ഈ ഒരു 2.5 കിലോമീറ്റർ നിർമ്മിക്കാൻ 210 കോടി രൂപ ചെലവ് വന്നു. 210 കോടി ഈ ഒരു പാലത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ. ഈ പാലത്തിന് പുറമെ ഏകദേശം 2 കിലോമീറ്ററിൻ്റെ അടുത്ത് കോൺക്രീറ്റ് റോഡുണ്ട്. PQC റോഡാണ് ഇവിടെ ചെയ്യുന്നത്. കോൺക്രീറ്റ് റോഡ് ചെയ്യാൻ മറ്റുള്ള റോഡിനേക്കാളും, സാധാ സോഫ്റ്റ് റോഡിനേക്കാളും 3-4 മടങ്ങ് പൈസ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയധികം പൈസ ആയിട്ടുള്ളത്. പിന്നെ ട്രാഫിക് ജാം ഉള്ള സ്ഥലമായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഈ ഒരു കോൺക്രീറ്റ് റോഡ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ ഇവിടെ ടോൾ ഗേറ്റ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഏതായാലും ഈ ഒരു ട്രാഫിക് ജാം ഉള്ള സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് റോഡാണ് ഇപ്പോൾ ഇന്ത്യയിൽ പല ഭാഗത്തും നിർമ്മിക്കുന്നത്. കാരണം ഹെവി ട്രാഫിക്കിൽ വണ്ടി നിർത്തി വലിപ്പിക്കുമ്പോൾ ഈ BC റോഡുകൾ പെട്ടെന്ന് കേടുവരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് 2014 അന്നത്തെ UPA സർക്കാർ പല ഭാഗത്തും ഈ ഒരു കോൺക്രീറ്റ് റോഡുകൾ ചെയ്യാനുള്ള തീരുമാനത്തിലായത്. 2014 മുമ്പ് ഇന്ത്യയിലെ എക്സ്പ്രസ് ഹൈവേകളൊക്കെ കോൺക്രീറ്റ് റോഡ് ആക്കാനായിരുന്നു പ്ലാന്. പക്ഷെ അത് പൈസ അധിക ചിലവാണ് മറ്റേന്നൊക്കെ പറഞ്ഞു കണ്ട് 2014 ശേഷം വന്ന നിതിൻ ഗഡ്കരി മോദി സർക്കാർ എന്താ കാട്ടി, പല ഭാഗത്തും BC റോഡ് ചെയ്യാനുള്ള പ്ലാനായി. BC റോഡിന് പൈസ കുറവാണ്. പിന്നെ അതേപോലെ ഈ കോൺക്രീറ്റ് റോഡിന് ലൈഫ് കൂടുതൽ കിട്ടും, BC റോഡിന് അത്ര കിട്ടില്ല. എന്നാലും ഈ ട്രാഫിക് ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ലോങ് ലൈഫ് കിട്ടും ഈ ഒരു BC റോഡിന്. അപ്പോൾ BC റോഡ് PQC റോഡും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, ഒന്ന് കോൺക്രീറ്റ് റോഡാണ്, അതാണ് PQC റോഡ്. BC റോഡ് പറഞ്ഞാൽ നമ്മളെ സാധാ ടാർ ചെയ്യുന്ന റോഡുണ്ടല്ലോ, അതാണ് BC റോഡുകൾ. ബിറ്റുമിൻ റോഡുകൾ, അതാട്ടെ BC റോഡ്. അങ്ങനെ കോൺക്രീറ്റ് റോഡിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ കണ്ടില്ല നിങ്ങൾ, മഞ്ഞ ലൈൻ മാർക്കിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. മഞ്ഞ ലൈൻ മാർക്കിംഗ് ചെയ്താൽ
അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നോക്കിപ്പോകാൻ, അതായത് ഒന്ന് വേഗത കുറച്ചിട്ട് നിങ്ങളിപ്പോൾ 100-ൽ ചീറിപ്പാഞ്ഞ് വരാമെന്നുണ്ടെങ്കിൽ ഈ ഒരു മഞ്ഞ ലൈൻ ഇടവിട്ട് മഞ്ഞ ലൈൻ കാണുന്നുണ്ടെങ്കിൽ, മഞ്ഞ ലൈൻ അധിക സ്ഥലത്തുണ്ടാവില്ല, ട്രാഫിക് ജാമും അതേപോലെ ഈ ടോൾ ഗേറ്റിൻ്റെ ആ ഭാഗത്തൊക്കെ മഞ്ഞ ലൈൻ വരുള്ളൂ. ഈ മഞ്ഞ ലൈൻ കാണുമ്പോൾ 100-ൽ വരുന്ന വാഹനങ്ങൾ 70-ലോട്ട് ഇങ്ങോട്ട് എത്തണം കേട്ടോ, അതായത് വേഗത കുറച്ച് വരണം. ഈ മഞ്ഞ ലൈൻ ഇടുന്നത് എന്തിനാ വെച്ചാൽ ശ്രദ്ധിച്ച് പോകാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ റെഡ് ലൈൻ ഇടുന്നത് ഹെവി ട്രാഫിക്കും മാക്സിമം സൂക്ഷിക്കേണ്ട സ്ഥലത്താണ് റെഡ് ലൈൻ ഇടുള്ളൂ. റെഡ് ലൈൻ നമ്മളെ കേരളത്തിൽ ഏതായാലും ഇന്ത്യയിൽ ഒരു ഭാഗത്തും ഇല്ല എന്ന് തോന്നുന്നു, ഏതെങ്കിലും ഭാഗത്തുണ്ടോ അങ്ങനെ റെഡ് ലൈൻ? എക്സ്പ്രസ് ഹൈവേയിൽ റെഡ് ലൈനോ അല്ലെങ്കിൽ ആറുവരിപ്പാതയിൽ റെഡ് ലൈൻ ഉള്ള സ്ഥലങ്ങൾ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഏതായാലും കോൺക്രീറ്റ് റോഡിലൂടെ പോകുമ്പോൾ നമ്മളെ BC റോഡിലൂടെ പോകുന്ന ആ ഒരു സുഖമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ആ ഒരു സ്മൂത്ത് ഉണ്ടല്ലോ, ഇത്രയും സ്മൂത്ത്, പെർഫെക്റ്റ് സ്മൂത്ത് ആയിട്ടുള്ള ആ ഒരു വണ്ടിക്കൊരു ചാട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആ ഒരു അവസ്ഥ ഈ ഒരു കോൺക്രീറ്റ് റോഡിലൂടെ പോകുമ്പോൾ ഇല്ല. കോൺക്രീറ്റ് ഹാർഡാണ്, പക്ഷേ മെയിൻ്റനൻസ് കുറവാണ്. നല്ല തിക്നെസ്, ഏകദേശം ഒരു 15 ഇഞ്ച് കനത്തിലാണ് ഓരോ സ്ലാബ് ഉള്ളത്. അപ്പം മഞ്ഞ ലൈൻ ഇട്ടിട്ടുള്ളത്, ഈ മഞ്ഞ ലൈനിന് 3 മീറ്റർ കേട്ടോ, ഈ 3 മീറ്റർ ആയിരിക്കും ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവുക. അപ്പം മഞ്ഞ ലൈൻ ഇട്ടിട്ടുള്ളത് നോക്കി പോകാനാണ്, അതായത് ശ്രദ്ധിച്ച് പോകുക. എനിക്ക് തോന്നുന്നു ഈ ഒരു കോൺക്രീറ്റ് റോഡ് ഇവിടെ വരാനുള്ള പ്രധാന കാരണം നല്ല ട്രാഫിക്കുള്ളൊരു സ്ഥലം അതുകൊണ്ടാകും. ഏതായാലും മഞ്ഞ ലൈനാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. അത് മൊത്തത്തിൽ മഞ്ഞ ലൈനല്ല, ഈ ഒരു ചെറിയ ഭാഗത്ത് ഏകദേശം ഒരു 800-600 മീറ്ററോളം മാത്രമാണ് മഞ്ഞ ലൈൻ ഇട്ടിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്ത് സർവീസ് റോഡില്ല കേട്ടോ. ഈ ഭാഗം മുതൽ പാലം കഴിയണത് വരെ സർവീസ് റോഡ് ഇല്ല. ഇവിടെ നിന്നാണ് സർവീസ് റോഡ് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ സർവീസ് റോഡ് തുടങ്ങും വടകര ഭാഗത്തേക്ക് പോകുന്നത്. ഇവിടെ സർവീസ് റോഡും കോൺക്രീറ്റ് ആണ്, മെയിൻ റോഡും കോൺക്രീറ്റ് ആണ്. ഇവിടെ ലൈറ്റ് വെക്കുന്ന പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 95% പണികൾ കഴിഞ്ഞിട്ടുണ്ട്. വളരെ കുറഞ്ഞ ഭാഗത്തെ പണികൾ മാത്രമാണ് ഇനി നടക്കാനുള്ളൂ. പാലം കഴിഞ്ഞ ഉടനെ കോൺക്രീറ്റ് റോഡിൽ ഒരു മെർജിങ് പോയിന്റ് ഉണ്ട് കേട്ടോ. ആ ഒരു മേൽക്ക് കയറുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒരു മെർജിങ് പോയിന്റ് ഉണ്ട്. അപ്പോൾ ലൈറ്റ് വെക്കുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ക്രാഷ് ബാരിയറിൽ കളർ ചെയ്യുന്ന പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഇത് തമ്മിൽ യോജിപ്പിക്കുന്ന ഈ ഒരു കുറഞ്ഞ ഭാഗത്താണ് ഇപ്പോൾ ആ കാറ് വരുന്ന ഭാഗം, ആ ഭാഗത്തെ പണി കൂടി കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ 2 ഭാഗവും തുറന്നു കൊടുക്കുക. പക്ഷേ ഇനി നമ്മൾ കാണാൻ പോകുന്നത് വാഗഡിൻ്റെ പണിയാണ്. പിന്നെ 210 കോടി രൂപ ചിലവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലമേറ്റെടുപ്പും കാര്യങ്ങളും ഒക്കെ അതിൽ പെടും കേട്ടോ. അതായത് ഈ അപ്രോച്ച് റോഡിനുള്ള സ്ഥലമേറ്റെടുപ്പും കാര്യങ്ങളൊക്കെ അതിൽ പെട്ടിട്ടുണ്ട്. അതാണ് 210 കോടി രൂപ ചിലവ്. പിന്നെ വാഗഡിൻ്റെ റീച്ചിൽ കാര്യമായിട്ടുള്ള പണി വെച്ചാൽ ഇവിടെ പിന്നെ അതേപോലെ തന്നെ കാര്യമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു 2.5 കിലോമീറ്റർ പണി കഴിഞ്ഞു, തുറന്നു കൊടുത്തിട്ടുണ്ട്. പകുതി ഭാഗം മാത്രമാണ് തുറന്നു കൊടുത്തിട്ടുള്ളത്. ഏതായാലും അടുത്ത ജൂണോട് കൂടിയിട്ട് 2 ഭാഗവും ഫുള്ളായിട്ട് തുറന്നു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ E5 കമ്പനീൻ്റെ വർക്ക് എന്തായി കഴിഞ്ഞു. അപ്പോൾ ടോളില്ലാതെ 2.5 കിലോമീറ്ററിലൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകാം. കോൺക്രീറ്റ് റോഡാണ്, മഞ്ഞ ട്രാക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കി പോയാൽ മതി. വടകര എത്താൻ പോവുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ. വടകര എത്തുന്നതിന് മുമ്പ് ഇവിടെയൊക്കെ കാര്യമായിട്ട് നടന്ന പണി എന്താ വെച്ചാൽ, ഒന്ന് സ്ഥലമൊക്കെ ലെവലാക്കിയിട്ടുണ്ട്, കാട് മൂടിക്കിടക്കായിരുന്നു. അപ്പോൾ ഈ ഒരു മഴക്കാലം ആകുമ്പോഴത്തേന് ഇവിടുത്തെ പണികളൊക്കെ ഏകദേശം പകുതിയാവുമെന്ന് ഞാൻ കരുതിയിരുന്നു. അത് ഏതായാലും ആയിട്ടില്ല. അപ്പോൾ ഇനിയും ഒരുപാട് പണികൾ ബാക്കിയുണ്ട്. സർവീസ് റോഡിൻ്റെ പണി പെട്ടെന്ന് തീർക്കാനുള്ള പുറപ്പാടിലാണെന്ന് തോന്നുന്നു. പക്ഷേ അത് ഇങ്ങോട്ട് ആയി വരുന്നില്ല. നിലവിലുള്ള ഹൈവേയിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ പോകുന്നത്, അതായത് 2 വരി പാതയിലൂടെ. ഇടത്തോട്ട് നോക്കൂ, റെയിൽപാളം കണ്ടില്ല നിങ്ങൾ, നീളത്തിലാണുള്ളത്. ഇതേപോലെ മലബാർ ഏരിയയിൽ പല ഭാഗത്തും, അതായത് വടക്കൻ ജില്ലകളിൽ റെയിൽപാളം അധികം സ്ട്രൈറ്റ് ആണ്, കുറച്ച് ഭാഗത്ത് മാത്രമാണ് കർവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം സ്പീഡിലൊക്കെ ട്രെയിൻ പോകുന്നുണ്ട്. തെക്ക് ഭാഗത്തേക്ക് പോകുമ്പോഴാണ് 80 അങ്ങനെയൊക്കെ പോകുന്നത്. തിരൂർ ഇങ്ങോട്ട് കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ പിന്നെ ട്രെയിനിൻ്റെ സ്പീഡ് കൂടും. പിന്നെ 100-110 ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് ട്രെയിനൊക്കെ 100-110 അതിലിങ്ങനെ പോണേ കാണണം. എന്താ സുഖം. അപ്പോൾ വടകര ടൗണിൽ എത്തിയിട്ടുണ്ട്. വടകര ടൗണിൽ ഈ ഭാഗത്ത് ഒരു ചെറിയൊരു പാലം വരുന്നുണ്ട്, കണ്ട, ചെറിയൊരു തോട് പോകുന്നുണ്ട്. ഇവിടെ ഒരു പാലം വരുന്നുണ്ട്. വടകര ടൗണിൽ മണ്ണിട്ടുയർത്താനായിരുന്നു പ്ലാന്. അങ്ങനെ ഇവിടുത്തെ ആൾക്കാരെല്ലാവരും കൂടിയിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് 750 മീറ്ററിൽ ഒരു പാലം നിർമ്മിക്കാനുള്ള ഒരു അനുമതിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് 500 മീറ്ററായിട്ട് ചുരുങ്ങിയിട്ടുണ്ടെന്നൊക്കെ ഇവിടുത്തെ ഒരു സുഹൃത്ത് നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് സത്യാവസ്ഥ എന്നറിയില്ല. 750 മീറ്റർ നീളത്തിലുള്ള ഒരു എലിവേറ്റഡ് പാത ഈ ഒരു വടകര ടൗണിൽ വരുന്നതാണ് എന്നൊക്കെ മുമ്പ് നാഷണൽ ഹൈവേ അതോറിറ്റിൻ്റെ കുറിപ്പ് തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും ഇവിടെ പെയിലിംഗ് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒന്നും പിന്നെ കാര്യമായിട്ടുള്ളൊരു പണി നടന്നിട്ടില്ല കേട്ടോ. സർവീസ് റോഡിൻ്റെ പണികൾ ഇങ്ങനെ അടക്കം തൽക്കായിട്ട് നടക്കുന്നുണ്ടെന്നല്ലാതെ കാര്യമായിട്ടുള്ളൊരു പണി നടന്നിട്ടില്ല. ഈ ഒരു വാഗഡിൻ്റെ റീച്ചിൽ തീരെ പണി നടക്കാത്തൊരു ഭാഗമായിരുന്നു ഈ ഒരു വടകര ടൗണിൽ ഒരു പണി നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് മാറ്റങ്ങൾ, അതായത് അവിടെ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട്. വടകര ബസ് സ്റ്റാൻഡ് കേട്ടോ കാണുന്നത്, ഇതാണ് പുതിയ ബസ് സ്റ്റാൻഡ്. വടകര ടൗൺ കുറച്ച് ഉള്ളിൽ കേട്ടോ, ഹെവി ട്രാഫിക്കാണ് അവിടെ, ഫുൾ ടൈം ട്രാഫിക്കാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു അണ്ടർപാസ് നിർമ്മിച്ച് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ മണ്ണിട്ട് ഉയർത്താനായിരുന്നു പ്ലാന്. പക്ഷെ ഇവിടെ ഒക്കെ മേൽപ്പാലം വരുന്നതായിരിക്കും. മേൽപ്പാലം വരുന്നതുകൊണ്ട് എന്താണ്, വടകര ടൗണിനെ 2ആയിട്ട് മുറിക്കില്ല, കീറി മുറിക്കില്ല.
അതുകൊണ്ട് എന്തായി ആൾക്കാർക്ക് ഉപകാരമാണ് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് കടക്കാനും അതേപോലെ പാർക്കിങ്ങിനും എല്ലാത്തിനും. ഇപ്പോൾ വടകര ടൗൺ ഇതിങ്ങനെ കാണുമ്പോൾ ഇതാണോ വടകര ടൗൺ എന്തെന്ന് ആരും കരുതണ്ട. വടകര ടൗൺ കുറച്ച് അപ്പുറത്തേക്കാണ്. ഇത് പുതുതായിട്ട് വന്നൊരു ടൗണാണ്. അതായത് ഈ ഒരു NH-66 സൈഡിൽ നാഷണൽ ഹൈവേയുടെ സൈഡിൽ ഒരു ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ രൂപപ്പെട്ട ഒരു ടൗണാണ്. ഇവിടെ എങ്ങനെയായിരുന്നു ആദ്യം നിങ്ങൾക്കറിയില്ല കേട്ടോ. ഏതായാലും ഹൈവേൻ്റെ പണി കഴിയുമ്പോൾ ഇതൊരു വേറെ ലെവലായിട്ടുണ്ടാകും. കാരണം ഇവിടെ മേൽപ്പാലമാണ് വരുന്നത്. അപ്പോൾ ഏതായാലും വടകര ടൗണിൻ്റെ ചിത്രമൊക്കെ ഇപ്പോൾ സേവ് ചെയ്ത് വെച്ചോളിട്ടോ. ഇനി പണിയൊക്കെ കഴിഞ്ഞൊരു 10 കൊല്ലം കഴിയുമ്പോൾ ഈ ടൗൺ എങ്ങനെയായിരിക്കും നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഇവിടെ പേലിംഗ് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഹൈഡ്രോളിക് പേലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടുള്ള പേലിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. 3 ഹൈഡ്രോളിക് പേലിംഗ് മെഷീൻ ഉണ്ട്. ആ ജംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം 2 ഭാഗത്തേക്കും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നത്. പേലിംഗ് ഒക്കെ ഒരുപാട് സ്ഥലത്ത് പേലിംഗ് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. നല്ല വേഗത്തിലാണ് പേലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ പൈൽ ടോപ്പ് നിർമ്മിക്കാനുള്ള പണി മാത്രമേ ഉള്ളൂ. പൈൽ ടോപ്പ് നിർമ്മിക്കുമ്പോഴങ്ങനെ ആ പൈലിൻ്റെ ടോപ്പ് ഉണ്ടല്ലോ, അതായത് പൈൽ കേപ്പ് എന്ന് പറയും, ആ ഒരു ഭാഗം പൊട്ടിച്ചു മാറ്റുന്നത് അറിയാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല. എന്നാലും പുതുതായിട്ട് കാണുന്ന ആൾക്കാർ ചിലപ്പോൾ അറിയില്ല. അപ്പോൾ 1 മീറ്റർ മുതൽ 3 മീറ്റർ വരെ പൈൽ ടോപ്പ് പൊട്ടിച്ചിട്ടാണ് പൈൽ കേപ്പ് നിർമ്മിക്കൽ. അത് ചില സ്ഥലത്ത് 1 മീറ്റർ പൊട്ടിക്കും. അത് പൈലിൻ്റെ ആയത്തിനനുസരിച്ചായിരിക്കും. നല്ല ആയം കൂടുതലുള്ള പൈലിംഗ് ആണെന്നുണ്ടെങ്കിൽ 3 മീറ്റർ വരെ പൊട്ടിക്കും. അതിനാ പൊട്ടിച്ചതിന് ശേഷം ആ ഒരു കമ്പികളൊക്കെ ജോയിൻ്റ് ആക്കിയിട്ടാണ് പൈൽ കേപ്പ് നിർമ്മിക്കൽ. ഇതാണ് ഹൈഡ്രോളിക് പേലിംഗ് മെഷീൻ. ഏകദേശം 90 മീറ്റർ വരെ ആഴത്തിലുള്ള പേലിംഗ് ഇതുപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. സാധാരണ ബോർ പേലിംഗ് മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാളേറെ വേഗത്തിലും ഇത് ചെയ്യാൻ പറ്റുന്നതാണ് ഹൈഡ്രോളിക് പേലിംഗ് മെഷീൻ. അപ്പോൾ സുഹൃത്തുക്കളെ, വടകര മേൽപ്പാലത്തിൻ്റെ ആ ഒരു ഭാഗം വരെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വടകരയെക്കുറിച്ചിട്ടും മൂരാട് പാലത്തിൻ്റെ ആ ഭാഗത്തെക്കുറിച്ചിട്ടും കോൺക്രീറ്റ് റോഡിൻ്റെ ആ ഭാഗത്തെക്കുറിച്ചിട്ടുള്ളൊരു വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഈ ഭാഗത്തെ വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. കാരണം ആ ഭാഗത്തെ പണികളൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിക്കണോ നിങ്ങൾക്കറിയില്ല. ഇഷ്ടപ്പെട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചു കണ്ട് പോയിക്കോളി. പിന്നെ അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ എന്താ പറയുക, നമുക്ക് ഇതേപോലത്തെ വീഡിയോ എടുക്കാനുള്ള ഉന്മേഷം തന്നെത്താൽ തേടി വരും. ഏതായാലും ഒരുപാട് കാത്തിരിപ്പിനൊടുവിൽ 2.5 കിലോമീറ്ററിൻ്റെ പണി തീർത്ത് E5 കമ്പനി നാട്ടിലേക്ക് പോയിട്ടില്ല. കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ബാക്കിയുണ്ട്. ഒരു 5% പണികൾ ബാക്കിയുണ്ട്. ആ സർവീസ് റോഡ് ഇല്ലാത്ത ഭാഗത്തൊക്കെ എക്സിറ്റ് മെൻട്രിക്കൊക്കെ ഒന്ന് ക്ലിയർ ആക്കാണ്ട്. ഏതായാലും ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ക്രാഷ് ബാരിയറിൻ്റെ നടുഭാഗത്തേക്ക് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ചെടുക്കാനായിട്ട് കുറച്ച് ഗ്യാപ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇനി ക്ലോസ് ചെയ്യാണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഏതായാലും മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. എക്സ് വൈബ്സ് യു അഗെയിൻ. ബൈ ബൈ.